ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ആനന്ദിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ് തിരുമേനി ഇവിടെ കണ്ണാടിയെക്കുറിച്ച് പറഞ്ഞത്. വചനം ഒരു നിലക്കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ നാം നമ്മെ തന്നെ കാണും. രണ്ട് തരത്തിലാണ് ഈ വചന നിലക്കണ്ണാടിയിൽ നമ്മെ തന്നെ നാം കാണുന്നത്. ഒന്ന്, നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കാണും. രണ്ട്, നാം ആയിരിക്കേണ്ട അവസ്ഥയിൽ നമ്മളെ കാണും. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള നമ്മുടെ യാത്രയാണ് നമ്മുടെ ആത്മീയ പ്രയാണം. അപ്രകാരം നമുക്ക് ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഒരു ആത്മീയ പ്രയാണം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണാടിയുടെ മുമ്പിൽ രണ്ട് തരം അന്ധന്മാരാണുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന്, കണ്ണാടിയുടെ മുമ്പിൽ മാത്രം കണ്ണു തുറക്കുന്നവർ അന്ധന്മാരാണ്. കണ്ണാടിയുടെ മുമ്പിൽ മാത്രം കണ്ണു തുറക്കുമ്പോൾ അവർ അവരെ മാത്രമേ കാണാറുള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല എന്നുള്ള അന്ധതയാണ്. മറ്റൊന്ന്, കണ്ണാടിയുടെ മുമ്പിൽ ഒരിക്കലും കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊരിക്കലും സ്വയം കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ദൈവവചനമാകുന്ന നിലക്കണ്ണാടിയുടെ മുമ്പിൽ നമ്മെ തന്നെ കാണാനും നമ്മുടെ ചുറ്റുപാടുകളെ കാണാനും ദൈവം കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. UR അനന്തമൂർത്തി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഒരു നോവലാണ് സംസ്കാരം എന്നത്. നിങ്ങളിൽ പലരും ആ നോവൽ വായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. സംസ്കാരം അഥവാ സംസ്കരണം എന്നാൽ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മെച്ചമായ ഒരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുക എന്നാണ്. മോശയെ ദൈവം പിസ്ഗ മലമുകളിൽ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ സംസ്കരിച്ചു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ പിന്നീട് മറ്റൊരാൾ ഇതുപോലെ ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ട ഏലിയാവിനോടൊപ്പം മറുരൂപമലയിൽ വെച്ച് യേശുവിനോട് സംസാരിക്കുന്നതായി വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോശയ്ക്ക് സംഭവിച്ച സംസ്കാരം, മോശയ്ക്ക് സംഭവിച്ച സംസ്കരണം, അത് നിത്യതയുടെ ഓഹരിക്കാരനായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സംസ്കാരം എന്ന UR അനന്തമൂർത്തിയുടെ നോവലിൻ്റെ ആദ്യത്തെ ഒരു പ്രമേയം സ്ക്രിപ്റ്റേഴ്സിൻ്റെ, വചനത്തിൻ്റെ ഒരു കാലഹരണപ്പെടൽ എന്നുള്ളതാണ്. ഔട്ട്ഡേറ്റഡായി പോകുന്നു എന്നുള്ളതാണ്. സ്ക്രിപ്ചർ, തിരുവെഴുത്തുകൾ കാലഹരണപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രമേയമാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അഗ്രഹാരത്തിലെ പുരോഹിതൻ പ്രാണേശ്വരാചാര്യർ തനിക്ക് മറുപടി കിട്ടാൻ വേണ്ടി തൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സ്മൃതികളും ലിഖിതങ്ങളുമൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുകയാണ്. ഒരു പ്രത്യേക പ്രശ്നത്തിന് ഉത്തരം അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. പ്രശ്നം മറ്റൊന്നുമായിരുന്നില്ല. ഒരു ചണ്ടാളൻ മരിച്ചു. അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനെങ്കിലും കർമ്മം കൊണ്ട് ചണ്ടാളനായിരുന്നു. ഈ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് വിഷയം. ആ വിഷയത്തിൻ്റെ ഉത്തരം അഗ്രഹാരത്തിലെ പുരോഹിതൻ പറയണം. പക്ഷെ അത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വേദഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരതി നോക്കി. അതിനകത്ത് ഉത്തരം കിട്ടിയില്ല. കാലഹരണപ്പെടുന്ന മതഗ്രന്ഥങ്ങൾ നമ്മെ അസ്ഥിരപ്പെടുത്തിയേക്കാം. നമ്മളെല്ലാവരും വചനത്തിൻ്റെ ഉപാസകരാണ്, വചനം വിശ്വസിക്കുന്നവരാണ്, വചനം നമ്മുടെ മാർഗനിർദ്ദേശകമാകണം എന്ന് വിചാരിക്കുന്നവരാണ്. നമ്മുടെ കാലുകൾക്ക് പ്രകാശമായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ പാതയ്ക്ക് പ്രകാശമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് വചനം. എന്നാൽ വചനം നമുക്ക് ഉത്തരം തരാതെ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അസ്ഥിരപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ
വചനം നിരന്തരം കാലാനുസൃതമായി കൊണ്ടിരിക്കുകയാണ്. ഇത് കാലഹരണപ്പെടുകയല്ല. നിങ്ങൾ പറയേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ ഓർമ്മ വരും. വചനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര കൺവെൻഷൻ വചന വളർച്ചയുടെ ഒരു സന്ദർഭമാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തോടെ വചനം സംവേദിക്കുന്ന ഒരവസരമാണ്. തിരുമേനി പറഞ്ഞതുപോലെ ഈ വചനം ശക്തമാണ്. ഈ വചനം, എഴുതപ്പെട്ട വചനം, ഇത് ഇന്നിവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനമായി മാറുമ്പോൾ ഇത് ഈ കാലഘട്ടത്തോട് സംസാരിക്കുന്ന സംവേദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഉണ്മ, മനുഷ്യൻ്റെ അസ്തിത്വം. അതാണ് മനുഷ്യൻ എന്ന വാക്കിന് നമ്മൾ മർത്യൻ എന്നൊക്കെയുള്ള പര്യായങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും മനുഷ്യൻ എന്ന പദത്തിന് മനനം ചെയ്യാൻ കഴിയുന്നവൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ മനനം ചെയ്തെടുക്കുവാൻ, ദൈവബന്ധത്തിൽ മനനം ചെയ്തെടുക്കുവാൻ, അതാണ് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ ഭാഗ്യം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പാപം പെരുകുന്നതിനെക്കുറിച്ചും പാപം മുഴുക്കുന്നതിനെക്കുറിച്ചും തുടർന്ന് പാപത്തെ പെറുന്നതിനെക്കുറിച്ചും ഒരു പ്രയോഗമുണ്ട്. ഞാൻ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, പാപം പെരുകുന്ന മനുഷ്യൻ മൃഗീയമായ അനുഭവത്തിലേക്ക് മാറുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം പ്രസവിക്കുക എന്നുള്ള സാധാരണ പ്രയോഗത്തിന് പകരം മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അത് അല്പം കൂടെ താണ ഒരു പ്രയോഗമാണ് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മനനം ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ മൃഗീയമായ അവസ്ഥകളിലേക്ക് അധപതിച്ചു പോകാം. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ പദവിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഈ പ്രാരംഭ ധ്യാനം ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ചോദ്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം ബഹുമാനപ്പെട്ട കൈവാ ജേക്കബച്ചൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇന്ന് വീണ്ടും പറയുന്നു എന്നുള്ളതല്ല, അറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുവാൻ, അറിയാവുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പരാവർത്തനം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ ഒരു ചോദ്യമാണ്. മനുഷ്യനെ വിളിച്ച്, മനനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യനെ വിളിച്ച് ഒരു ചോദ്യമാണ്, നീ എവിടെ എന്നത്. കാണേണ്ട ഇടത്ത് കാണപ്പെടാതിരുന്നത് കൊണ്ടാണ് നീ എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. ഹി ഈസ് മിസ്പ്ലേസ്ഡ്. ഹി ഈസ് മിസ്പ്ലേസ്ഡ്. ആഡം ഈസ് മിസ്പ്ലേസ്ഡ്. ആദം, അദാമായിൽ നിന്നെടുക്കപ്പെട്ടവൻ ആദം. അദാമ എന്നത് മണ്ണ്. മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവൻ ആദം. മണ്ണിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടവൻ ആദം. ആദമിൽ സ്ത്രീയും പുരുഷനുമുണ്ട്. ആദം ഒരു സമൂഹ നാമമാണ്. അത് പൊതുവായ മനുഷ്യരെ എല്ലാവരെയും സൂചിപ്പിക്കുന്ന ഒരു പദമായി നമുക്ക് എടുക്കുന്നതിന് പ്രയാസമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചോദ്യം നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ഷരികമായ ഒരർത്ഥതലത്തേക്കാൾ ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ ഈ വചനഭാഗത്ത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നാം ഈ വചനം വായിച്ചിട്ടോ ധ്യാനിച്ചിട്ടോ പ്രയോജനമില്ല എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഇത് കേവലം ആക്ഷരികമല്ല, ആത്മാവിലുള്ളതാണ്. ആക്ഷരികമായതിനപ്പുറത്ത് ആത്മാവിലുള്ള ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കാണേണ്ട ഇടത്ത്
കാണപ്പെടാതെ പോയ മനുഷ്യനോട് ദൈവത്തിൻ്റെ ചോദ്യമാണ്, വേർ ആർ യു? സ്ഥാനം തെറ്റി നിൽക്കുന്നത് അപകടകരമാണ് എന്ന് നമുക്കറിയാം. ആദം ഹൗവ അവർ സ്ഥാനഭ്രംശം സംഭവിച്ചു. സ്ഥാനഭ്രംശം സംഭവിക്കുന്നതിനെല്ലാം തീർച്ചയായും പ്രസക്തി നഷ്ടപ്പെടും. 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടു പോയാൽ 10 ദ്രഹ്മകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ചെയിനിൽ ആ ഒരു കണ്ണി മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ആ കണ്ണി പൂർണ്ണമല്ല. ആ ദ്രഹ്മയോട് ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകൂ. 100 ആടുകളിൽ 1 കാണാതെ പോയാൽ കൂട്ടം പൂർണ്ണമല്ല. ഇടയൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, 101 പേരും ഉണ്ടോ അതോ 80 ഉള്ളോ എന്നുള്ള ഒരു ചോദ്യം. 20 പേരില്ലാതെ പോയാൽ ഇത് പൂർണ്ണമല്ല. ഒരാളെങ്കിലും ഇല്ലാതെ പോയാൽ പൂർണ്ണമല്ല എന്നുള്ളതാണല്ലോ. പ്രിയപ്പെട്ടവരെ, 100 ആടിൽ 1 കാണാതെ പോയാൽ അത് പൂർണ്ണമല്ല, കൂട്ടം. ഇനി മകൻ വീട്ടിലില്ലാതെ പോയാൽ ഭവനവും പൂർണ്ണമല്ല. പൂർണ്ണതയില്ലാത്ത ഭവനത്തെ പൂർണ്ണതയുള്ളതാക്കുവാൻ മകൻ ഭവനത്തിൽ എത്തിച്ചേർന്നേ മതിയാകൂ എന്ന് നമ്മൾ അറിയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് ഈ ചോദ്യം, ദൈവമേ, നിൻ്റെ പൂർണ്ണത, നീ ആഗ്രഹിക്കുന്ന പൂർണ്ണത എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ സമൂഹ ജീവിതത്തിലും ഉണ്ടാകത്തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒളിയിടങ്ങളിൽ മുഴങ്ങിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ ശബ്ദം, കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. അത് മരുഭൂമിയെ നടുക്കുന്ന ശബ്ദമാണ്. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാണ്. അതൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒളിയിടങ്ങളിലേക്ക് മുഴങ്ങിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ അത് കേൾക്കാതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ജീവിതത്തിൻ്റെ ഒരു പര്യവസാനത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൈവം നമ്മളെ അഭിമുഖീകരിക്കുവാൻ വരികയാണ്. അങ്ങനെ അഭിമുഖീകരിക്കാൻ വരുമ്പോൾ നമ്മുടെ ഒളിവിടങ്ങളിലേക്ക് കർത്താവ് വരികയാണ്. അതെ, വൃക്ഷച്ചാർത്തുകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്ന സക്കായിയെ കർത്താവ് വിളിച്ചിറക്കി. സക്കായിയെ, വേഗം ഇറങ്ങി വാ, നീ ഇരിക്കുന്ന മറവിടം എനിക്കറിയാം, നീ വേഗം ഇറങ്ങി വരിക. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടും നമ്മളെല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആദം, വേർ ആർ യു? മനുഷ്യ, നീ എവിടെയാണ്? വേർ ആർ യു ഹൈഡിങ്? നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? നീ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? കം ഔട്ട്, ഇറങ്ങി വരിക. ഞാനിന്ന് നിന്നോടുകൂടെ പാർക്കേണ്ടതാണ്. ഞാനിന്ന് നിൻ്റെ വീട്ടിലേക്ക് വരേണ്ടതാണ്. ഞാനിന്ന് നിന്നോടുകൂടെ പാർക്കുവാനുള്ള അവസരമുണ്ടാകേണ്ടതുണ്ട്. കം ഔട്ട്, ഇറങ്ങി വരിക എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ഒരനുഭവം പറയാം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പാണ് സുഭാഷ് ചന്ദ്രൻ്റെ ഒരു ലേഖനം വായിച്ചത്. മാതൃഭൂമിയുടെ സബ് എഡിറ്ററാണ് സുഭാഷ് ചന്ദ്രൻ. അദ്ദേഹം വള്ളിക്കാട്ട് ദയറായിൽ ഒന്ന് പോയി ചില ദിവസങ്ങൾ താമസിച്ചു. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക ലേഖനം എഴുതുവാൻ വേണ്ടി വള്ളിക്കാട്ട് ദയറായിൽ പോയി താമസിച്ചതാണ് മാതൃഭൂമിയുടെ സബ് എഡിറ്ററായ സുഭാഷ് ചന്ദ്രൻ. അദ്ദേഹം അവിടെ പാർക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ആശ്രമത്തിലെ അധിപതികൾ പറയുന്നു, ഇവിടെ പ്രത്യേക തരത്തിലുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. അങ്ങനെയാണ്, അത് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ആ ലേഖനത്തിൽ, ഞാൻ വായിച്ച ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ ആദ്യാക്ഷരം കുറിപ്പിക്കണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് കൊണ്ട് ഞാൻ ചില ദിവസങ്ങളായി വ്രതാനുഷ്ഠാനത്തിലായിരുന്നു. ചില ദിവസങ്ങളായി ഞാൻ വ്രതാനുഷ്ഠാനത്തിലാണ്. ഒരു കുഞ്ഞിനെ ആദ്യാക്ഷരം കുറിപ്പിക്കുവാൻ ഞാൻ ചില ദിവസങ്ങളായി വ്രതാനുഷ്ഠാനത്തിലാണ് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ സുഭാഷ് ചന്ദ്രൻ്റെ കുറിപ്പ് വായിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവം തമ്പുരാനെ, ഞാൻ എത്ര പേരെ ആദ്യാക്ഷരം കുറിപ്പിച്ചിട്ടുണ്ട്?
ഞാൻ ആ കുഞ്ഞിന് വേണ്ടി വ്രതം അനുഷ്ഠിച്ചിട്ടില്ലല്ലോ. ഞാൻ എത്രയോ പേരെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ആലോചിച്ച് നിശ്ചയിച്ച് വിവാഹത്തിൻ്റെ ഡേറ്റൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഞാൻ ഇടവക പട്ടക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആ വിവാഹ ശുശ്രൂഷ നടത്താനുള്ള ആളായിരിക്കെ ഞാൻ ആർക്കു വേണ്ടി ഉപവസിച്ചിട്ടുണ്ട്? ഞാൻ നടത്തിയ വിവാഹങ്ങൾ ചിലതൊക്കെ പിരിഞ്ഞു പോയിട്ടുള്ളതിനെക്കുറിച്ച് ഇന്നു രാവിലെയും ഈ വചനത്തിൻ്റെ കുറിപ്പ് എഴുതുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർത്തു, പ്രിയപ്പെട്ടവരെ. അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ ആ വിവാഹങ്ങൾ പിരിഞ്ഞു പോയതിൽ ഞാനൊരു കുറ്റക്കാരനല്ലേ? ഞാനും ഒരു കുറ്റക്കാരനാണ്. കാരണം ഏറ്റവും വിശുദ്ധമായ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ, ഏറ്റവും വിശുദ്ധമായ ഒരു കൂദാശ അനുഷ്ഠിക്കുവാൻ ഞാൻ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പട്ടക്കാരും അഭിമന്യ തിരുമേനിയും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനവും അധ്യാപകരും അല്ലാത്തവരുമൊക്കെ ആദ്യാക്ഷരം കുറിപ്പിച്ചവരൊക്കെയാണ്, കുറിപ്പിക്കുന്നവരാണ്. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നോട് തന്നെ സുഭാഷ് ചന്ദ്രൻ്റെ കുറിപ്പ് ചോദിച്ചു, വാട്ട് അബൌട്ട് യു? നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, വാട്ട് അബൌട്ട് മീ? എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, ഇന്ന് മുഴങ്ങിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ കേട്ടില്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഞാനത് അറിഞ്ഞില്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് മുഴങ്ങി വരുന്ന ദൈവശബ്ദത്തിന് മുമ്പിൽ കർത്താവേ, എനിക്കൊന്ന് പ്രതികരണം കാണിക്കുവാനുള്ള ദൈവകൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അറിയുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഏദൻ തോട്ടത്തിലെ ഏദൻ പർദീസായിലെ മനുഷ്യനെ കുറിച്ചാണ്. ദൈവവും മനുഷ്യരും ഒരുമിച്ച് നടന്നിരുന്നു. ഈ പർദീസായിലെ ചക്രവർത്തിയോടുകൂടെ ഉലാത്തുന്നതിനുള്ള അധികാരമുണ്ടായിരുന്നവരാണ് പർദീസായിലെ ഈ താമസക്കാർ. പർദീസ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണത്രേ. പേർഷ്യൻ കൊട്ടാരം, പേർഷ്യൻ കൊട്ടാരത്തിലെ ഉദ്യാനം. ആ ഉദ്യാനത്തിൽ ചക്രവർത്തിയോട് കൂടെ ഉദ്യാനത്തിൽ ഉലാവുന്നതിനുള്ള അധികാരമുള്ളവരുണ്ടത്രേ. അങ്ങനെ വളരെ ശ്രേഷ്ഠമായി ചക്രവർത്തിയോട് കൂടെ ചേർന്ന് നടക്കുവാൻ കഴിയുന്ന പദവി ഉണ്ടെങ്കിൽ ഏദൻ പർദീസായിൽ സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നടക്കുവാനുള്ള പദവി ഉണ്ടായിരുന്ന മനുഷ്യൻ, ആ മനുഷ്യർ ഇപ്പോൾ ഒളിയിടത്തിൽ മറഞ്ഞിരിക്കുകയാണ്. എന്താണ് അവർ മറഞ്ഞിരിക്കാനുള്ള കാരണം എന്ന് 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ വളരെ പ്രസക്തമായി ഇത് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് നമുക്ക് കാലാനുസൃതമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇറ്റേണൽ കണ്ടംപററി എന്നാണ് ബിഷപ്പ് ലെസ്ലി ന്യൂബിഗൻ പറഞ്ഞത്. ക്രൈസ്റ്റ് ഈസ് അവർ ഇറ്റേണൽ കണ്ടംപററി. ക്രൈസ്റ്റ് ഈസ് അവർ ഇറ്റേണൽ കണ്ടംപററി. ക്രിസ്തു നമ്മുടെ കാലാതീത സഹചാരിയാണ്, എന്നും നമ്മോടൊപ്പം നടക്കുന്നവനാണ്. ഇഫ് സോ ദ വേർഡ് ഈസ് ഇറ്റേണൽ. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കും, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പാടും. ആകാശം മാറും, ഭൂമി മാറിപ്പോകും, ഇതിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈ വചനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വചനത്തെ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വൈ ദേ ആർ മിസ്പ്ലേസ്ഡ്, വൈ ദേ ആർ ഡിസ്ലൊക്കേറ്റഡ്, എന്തുകൊണ്ടാണ് അവർ സ്ഥാനഭ്രംശം സംഭവിച്ച് മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ പറയാനുള്ളൂ. അതാണ് ധ്യാനം. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ലുസീഫറിൻ്റെ സ്വത്വത്തിലേക്കുള്ള ഒരു കൂടുമാറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ലൂസിഫറിൻ്റെ സ്വത്വത്തിലേക്കുള്ള ഒരു കൂടുമാറ്റം നടത്താനുള്ള പരിശ്രമം നടത്തുകയാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ലൂസിഫർ എന്താണ് എന്ന് നമുക്കറിയാം. എഹെസ്കേൽ പ്രവചനത്തിൽ 28-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ഈ സോർ രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ സോർ രാജാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. സോർ രാജാവ് വളരെ വലിയവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ദൈവതുല്യനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മിത്താണ്
അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒന്നാണ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ദൂതനാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിൽ നമ്മൾ പാടുന്നത് ദൂതന്മാരിൽ സാത്താനെയും എന്ന്. സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ദൂതനാണ് എന്നാണ്. എന്തായിരുന്നു ഈ തള്ളപ്പെട്ട ദൂതൻ്റെ പ്രത്യേകത? ദൈവതുല്യനാകുവാൻ താല്പര്യപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തെ പോലെ ആകുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ആദമിനോടും ഹൗവയോടും ലൂസിഫറിൻ്റെ ഏജന്റ് പറയുന്നത് നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നാണ്. നിങ്ങൾ ദൈവത്തെ പോലെയാവുകയും നന്മതിന്മകളെ തിരിച്ചറിയുന്നവരാവുകയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ആ ഫലം കാൺമാൻ നല്ലതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് കണ്ടിട്ട് സ്ത്രീ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു എന്നാണ് വായന. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഇതിന്ന് നമ്മോട് എങ്ങനെ സംസാരിക്കുന്നു? കാൺമാൻ നല്ലത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായത് എന്ന് നമ്മൾ വായിക്കുകയാണ്. കാൺമാൻ നല്ലതിൻ്റെ പിന്നാലെ എസ്തെറ്റിക്സ് ആണ്. സൗന്ദര്യ സങ്കല്പങ്ങളിലും സൗന്ദര്യശാസ്ത്രത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിമന്യു തിരുമേനി വളരെ വ്യക്തമായി പറഞ്ഞു, ബാഹ്യ സൗന്ദര്യമല്ല, മനുഷ്യൻ്റെ ആന്തരിക സൗന്ദര്യമാണ്. മനുഷ്യൻ്റെ ആന്തരിക സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും മെനയപ്പെട്ടവരാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ എസ്തെറ്റിക്സിന്, സൗന്ദര്യത്തിന് ഒരു പുതിയ നിർവചനം, ഒരു പുതിയ മാനം, മനുഷ്യ കേന്ദ്രീകൃതമായ സൗന്ദര്യ സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഫ്ലാഷിംഗ് സൈറ്റ്സ് വിതൗട്ട് ഇൻസൈറ്റ്സ്. ഫ്ലാഷിംഗ് സൈറ്റ്സ് വിതൗട്ട് ഇൻസൈറ്റ്സ്. ഉൾക്കാഴ്ചകളില്ലാതെ മിന്നിമറയുന്ന കാഴ്ചകളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എൻ്റെ വിചാരം. ഉൾക്കാഴ്ചകളില്ലാതെ മിന്നിമറയുന്ന കാഴ്ചകളുടെ ഒരു ലോകത്തിലാണ്. വാർത്തകളൊക്കെ പണ്ട് കേൾക്കുമ്പോൾ, വൈകുന്നേരം 9 മണിക്കൊക്കെ വാർത്ത കേൾക്കുമ്പോൾ, ഓൾ ഇന്ത്യ റേഡിയോയിൽ വാർത്ത കേൾക്കുമ്പോൾ, ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ, ഷിബു അച്ഛൻ പറഞ്ഞതുപോലെ, ശ്രവണത്തിന്, കേൾവിക്ക് ഒരു മനോഹരമായ ട്യൂണിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ധ്യാനയോഗങ്ങളിലൊക്കെ ആളുകളെ ശ്രദ്ധിപ്പിക്കുന്നതിനുള്ള ഗിമിക്സ് കൂടെ ഉണ്ടാകേണ്ടി വരുന്നത്. കാരണം ശ്രദ്ധിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, നമ്മൾ ഒരുപാട് വിഷ്വൽ മീഡിയകളിൽ വല്ലാതെ നമ്മൾ ചേർന്നു പോയി എന്നുള്ളത് കൊണ്ടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ കാഴ്ച നമുക്ക് കാണാനുള്ള ഭാഗ്യമുള്ള ഒരു തലമുറയായതുകൊണ്ട് രാവിലെ കണ്ടത് വൈകുന്നേരം വരെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരവും അത് വീണ്ടും കാണാം എന്നുള്ളത് കൊണ്ട് വി ആർ നോട്ട് രജിസ്റ്ററിങ് എനിത്തിങ്. ഇറ്റ്സ് ഓൺലി ഫ്ലാഷിംഗ് സൈറ്റ്സ്. ഇതിങ്ങനെ മാറി മാറി പോകുന്ന കാഴ്ചകളാണ്. ഫ്ലാഷിംഗ് സൈറ്റ്സ് വിതൗട്ട് ഇൻസൈറ്റ്സ്. ഉൾക്കാഴ്ചകളുടെ തമ്പുരാക്കന്മാരാണ് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്ന കൊട്ടാരക്കര കൺവെൻഷനിൽ ഞാൻ വെള്ളിയാഴ്ചയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ ഈ സ്തോത്രമൊക്കെ നിറഞ്ഞ് ഒഴുകുന്ന ഒരു പന്തലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നൊരു സ്തോത്രം പറയാമോ? ഉൾക്കാഴ്ചകളുടെ തമ്പുരാക്കന്മാരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. കാരണം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ലൂസിഫറിൻ്റെ സ്വത്വം സ്വീകരിച്ചത് കാരണം there is no insight, only flashing sights. തിന്മാൻ നല്ലതാണ് എന്ന് കണ്ടു, തിന്മാൻ രുചികരമാണ് എന്ന് കണ്ടു, പറിച്ചു തിന്നു. പ്രിയപ്പെട്ടവരെ, ഈറ്റിംഗ് വിതൗട്ട് നറിഷ്മെൻറ്റ്, യാതൊരു തരത്തിലും പോഷണമില്ലാത്ത ഭക്ഷണം, ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്. കൊച്ചുനാളെന്ന് ഈ ചേമ്പും കാച്ചിലും കപ്പയും ഒക്കെ പുഴുങ്ങി തിന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാം പിസായും പിശാചും ഒക്കെയാണ് കഴിക്കുന്നത്.
അപ്പോൾ ഈ പഴയ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണത്തിൻ്റെ രീതി പോലും മാറിപ്പോയിട്ടുണ്ട്. ഞാൻ പക്ഷേ പറയും, അന്ന് 8ഉം 10ഉം പിള്ളേരൊക്കെ ഒരു വീട്ടിൽ ഒരുമിച്ച് പുഴുക്ക് പുഴുങ്ങി ചരുവത്തിനകത്ത് മുറത്തിനകത്ത് ഇല വെച്ച് അതിനകത്തോട്ടത് കുടഞ്ഞിട്ടപ്പോൾ അതിൻ്റെ ചുറ്റുമിരുന്ന് ഓരോന്ന് പെറുക്കി തിന്ന സാഹോദര്യത്തിൻ്റെ മനോഹരമായ ബന്ധമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ മനുഷ്യരൊക്കെ വളർന്നത് ആരോഗ്യ ദൃഢഗാത്രരായിട്ടാണ്. 8ഉം 10ഉം മക്കളൊക്കെ വളർന്നവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ 30ാമത്തെ വയസ്സിൽ കൊളസ്ട്രോളും 35ാമത്തെ വയസ്സിൽ വല്ലാത്ത BP-യും പിന്നെ പറയാൻ വയ്യാത്ത രോഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ വന്നുകൂടുകയാണ്. കഴിക്കുന്ന ഭക്ഷണം പണ്ടത്തേതിനേക്കാട്ടിലൊക്കെ വളരെ നല്ലതാണ്. പണ്ടൊക്കെ ഒരു വിരുന്നുകാരൻ വരുമ്പോഴായിരുന്നു ഓടിച്ചിട്ടൊരു കോഴിയെ പിടിക്കുന്നത്. ആ കോഴിയെ പിടിക്കുന്നത് തന്നെ കൊളസ്ട്രോൾ പോകാൻ മതിയായതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കിഷ്ടം പോലെ പതുങ്ങിക്കിടക്കുന്ന കോഴികളുണ്ട്. അത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. ചിക്കനാണ് മുഴുവൻ. There is food without nourishment. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. രോഗഗ്രസ്തമാകുന്ന ഒരവസ്ഥയിലേക്ക് ലൂസിഫറിൻ്റെ സ്വത്വം ബാധിച്ചവർ ഇപ്പോൾ വല്ലാതെ വീണുപോയിരിക്കുന്നു. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യമാണ്. നോളജ് വിതൗട്ട് വിസ്ഡം. വിവേകമില്ലാത്ത അറിവ് ഒരുപാടുണ്ട്. വിരൽത്തുമ്പിലാണ് അറിവ്. ഇപ്പോൾ ഒരു കാര്യം, ഇന്ന് രാവിലെ ഞാൻ പോയ പള്ളിയിൽ അടുത്ത് വന്നൊരു കൂട്ടർ നടന്നു വന്നു. ഞങ്ങളെ ചോദിച്ചുടനെ നടന്നാ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നടന്നു വരാൻ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ നോക്കിയപ്പോൾ ഇങ്ങനൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് മനസ്സിലായി. ആ വഴി നോക്കി ഞങ്ങളിങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. ഇൻഫർമേഷൻ ഈസ് മെനി. ഒരുപാട് അറിവാണ്, വിരൽത്തുമ്പിലാണ് അറിവ്. അറിവിൻ്റെ വിവരത്തിൻ്റെ വിസ്ഫോടനമാണ്, വിവര വിസ്ഫോടനത്തിൻ്റെ കാലമാണ്. നോളജ് എക്സ്പ്ലോഷൻ എന്നാണ് പറയുക. പക്ഷെ വിവേകം എവിടെ എന്നൊരു ചോദ്യമുണ്ട്. വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന അറിവ്, പ്രിയപ്പെട്ടവരെ, എ ടു മച്ച് സെക്കുലറൈസ്ഡ് കൾച്ചർ, ആവശ്യത്തിൽ കൂടുതൽ സെക്കുലറൈസ് ചെയ്യപ്പെട്ട മതേതരമാകുന്ന, ഞാൻ സെക്കുലറൈസേഷൻ എന്നോ സെക്കുലർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഭരണഘടനയുടെ വാർഷികമുള്ള ദിവസമാണ്, അല്ലെങ്കിൽ ഭരണഘടന കൊണ്ടാടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കുലർ എന്നുള്ളതിന് നമ്മൾ വളരെയധികം വില കൊടുക്കുന്നുണ്ട്. എന്നാൽ ബിഷപ്പ് ജോൺ A. T. റോബിൻസൻ്റെ സെക്കുലറൈസേഷൻ എന്നുള്ള പഴയ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ സെക്കുലറൈസേഷൻ എന്ന കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നു, ഷിഫ്റ്റിംഗ് ഗോഡ് ഫ്രം ദ സെൻറ്റർ ടു ദ പെരിഫറീസ്. ഷിഫ്റ്റിംഗ് ഗോഡ് ഫ്രം ദ സെൻറ്റർ ടു ദ പെരിഫറീസ്. കേന്ദ്രസ്ഥാനത്തു നിന്നും അതിർവരമ്പുകളിലേക്ക് ദൈവത്തെ തള്ളിമാറ്റുന്ന ലൂസിഫറിൻ്റെ സ്വത്വം. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ മനുഷ്യരുടെ കൂടുമാറ്റത്തിന് കാരണമായി തീർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോടുകൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വൈകുന്നേരത്തെ ധ്യാനത്തിൽ ലൂസിഫറിൻ്റെ സ്വത്വത്തിലേക്ക് കൂടുമാറിപ്പോയ നമ്മൾ അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഒളിയിടങ്ങളിലേക്ക് മുഴങ്ങി വരികയാണ്. അവൻ്റെ ശബ്ദം കാദേശ് മരുഭൂവിനെ നടുക്കുന്നതാണ് എന്ന് പറയുകയും മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ് എന്ന് പറയുകയും മരങ്ങളെ തോലുരിക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെ തോലുരിക്കുന്ന, എൻ്റെ ജീവിതത്തെ നടുക്കുന്ന, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, എൻ്റെ ജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കുന്ന നിന്റെ വചനത്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്വത്വത്തെ ഒന്ന് പരിശോധിക്കുവാനുള്ള ദൈവകൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കൂടുമാറ്റം കേന്ദ്രവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ കേന്ദ്രവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാദൃശ്യം എന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ പൊസിഷനിലൂടെയാണ് എന്ന് ബഹുമാനപ്പെട്ട KC മാത്യു അച്ഛൻ 1978 എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് വൈദിക സെമിനാറിൽ പഠിക്കുമ്പോൾ കരിമ്പനാമണ്ണിലെ KC മാത്യു അച്ഛനാണ് സിസ്റ്റമാറ്റിക് തിയോളജി പഠിപ്പിച്ചത്. അന്ന് ഇമേജ് ഓഫ് ഗോഡിനെ കുറിച്ച് പ്രസംഗിച്ചത് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. When you are misplaced from the position, the image will be lost. ഒരു പക്ഷേ നമ്മിലെ ഈ ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു പോകാം, ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു പോകാം എന്ന് പറയുക. കൊച്ചുനാളെന്നൊക്കെ
ഈ വെളിച്ചത്തിൽ നിന്ന്, വെയിലത്ത് നിന്ന് മുറിക്കകത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് കണ്ണാടിയുടെ പ്രതിഫലനം അടുപ്പിക്കുന്ന ഒരു വികൃതി ഉണ്ടായിരുന്നു. ഞാനും ആ വികൃതി ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ വികൃതികൾ ചെയ്യാനുള്ള ത്രാണിയില്ലാത്ത ആളായിരുന്നത് കൊണ്ട് ഈ കൊച്ചു വികൃതികൾ ചെയ്യാനേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കണ്ണാടി എടുത്ത് പിടിച്ച് വീട്ടിനകത്തിരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് ഈ പ്രകാശം അടിച്ചു കൊടുത്തതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പിടിച്ചാൽ ആ പ്രകാശം വരാറില്ല. ഐ ക്യാൻ റിഫ്ലക്ട് ദ ലൈറ്റ് ഓൺലി വെൻ ഐ ആം ഇൻ പൊസിഷൻ. ഞാൻ ആ പൊസിഷൻ നിൽക്കുന്ന സമയത്ത് മാത്രമേ ആ പ്രകാശം ഈ മിററിൽ വീണ്, ഈ ദർപ്പണത്തിൽ വീണ് അത് പ്രതിഫലിക്കുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ഈ രാത്രി ചോദിക്കുകയാണ്. വേർ ആർ വി? ആർ വി ഇൻ പൊസിഷൻ? നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലാണോ? ആർ വി റിഫ്ലക്റ്റിംഗ് ദ ഇമേജ്? ആർ വി റിഫ്ലക്റ്റിംഗ് ദ ലൈറ്റ്? നമ്മൾ ഈ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിന്നുവ അക്കുബെ എന്ന ഒരു വ്യക്തി ആഫ്രിക്കൻ ട്രൈബൽ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഈ മിഷണറിമാരവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമായി അവർക്ക് സംഭവിച്ച ചില നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്. വെൻ ദ സെൻറ്റർ കനോട്ട് ഹോൾഡ് തിങ്സ്, ദ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്നാണ്. വെൻ ദ സെൻറ്റർ കനോട്ട് ഹോൾഡ് തിങ്സ്, ദ തിങ്സ് ഫോൾ അപ്പാർട്ട്. കേന്ദ്രത്തിന് കാര്യങ്ങളെ ഒരുമിച്ച് പിടിച്ചു നിർത്താൻ കഴിയാത്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോൾ അപ്പാർട്ട് ചെയ്യും, ഛിന്ന ഭിന്നമായി പോകും എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ പഴയ ചക്കടാവണ്ടികൾ, കാളവണ്ടികളുടെ ചക്രം, ആ ചക്രത്തിൻ്റെ ആരക്കാലുകൾ നടുക്കുള്ള കൂടത്തിലേക്ക്, അതിനെ കൂടമെന്നാണ് ഞങ്ങൾ പറയുന്നത്, നടുക്കുള്ള കൂടത്തിലേക്ക് ഈ ചക്രക്കാലുകളെല്ലാം ഒരുപോലെ വെച്ച് ചേർത്തിരിക്കുകയാണ്. എപ്പോൾ ആ കൂടത്തിൽ നിന്ന് ചക്രക്കാലുകൾ അകന്നു പോകുന്നുവോ അപ്പോൾ അവയ്ക്ക് ചക്രമാകുവാൻ കഴിയുകയില്ല. ഓൺലി വെൻ ദ തിങ്സ് ആർ ഹെൽഡ് ടുഗദർ ഇൻ ദ സെൻറ്റർ, കേന്ദ്രത്തിൽ ഈ കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതിലൂടെയാണ് സമഗ്രത ഉണ്ടാകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദ സെൻറ്റർ, ദ ലോക്കസ്, ദ ഫോക്കൽ പോയിന്റ് ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ദൈവ സാദൃശ്യം നമ്മൾ പേറുന്നു എന്നുള്ളതാണ്. ദൈവ സാദൃശ്യം പേറുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ നകന്നു പോകുമ്പോൾ ചിത്രക്കാലുകൾ, പ്രിയപ്പെട്ടവരെ, ആരക്കാലുകൾ അതിൻ്റെ കൂടത്തിൽ നകന്നു പോകുന്നത് പോലെ സമഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ടായി വരികയാണ്. ഞാനും നിങ്ങളും സമഗ്രത നഷ്ടപ്പെട്ടു പോകുന്നവരാകാതിരിക്കുവാൻ ദൈവസന്നിധിയിലുള്ള നമ്മുടെ പൊസിഷൻ ക്രമീകരിക്കണം എന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ്. അപ്പോൾ ദൈവതുല്യരാകാൻ, ആകാശത്തിൽ കൂടുകെട്ടാൻ, നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്ത് അധികാരം സ്ഥാപിക്കുവാനൊക്കെ മനുഷ്യർക്ക് സാധിക്കും. അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ ആറ്റം വിഭജിക്കാനും ആറ്റത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനും മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിലും പർവ്വത പ്രസംഗത്തിൻ്റെ സ്വാരസ്യം അറിയുവാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ, ഇത് ഇന്നത്തെ വലിയ പ്രശ്നമാണ്. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്, പക്ഷേ പർവ്വത പ്രസംഗത്തിൻ്റെ സ്വാരസ്യം അറിയുവാൻ കഴിയാതെ പോകുന്ന അപജയം നമുക്ക് സംഭവിച്ചു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മലമുകളിലെ ജ്ഞാനം നമുക്ക് നഷ്ടപ്പെടുകയാണ്, ദൈവിക ജ്ഞാനം നമുക്ക് നഷ്ടപ്പെടുകയാണ്, വിവേകം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അടുത്ത സമയത്ത് ഞാൻ അനുദിനമന്ന എന്ന എൻ്റെ ധ്യാന പരമ്പര സദൃശ്യവാക്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സദൃശ്യവാക്യങ്ങൾ മുഴുവനും വിസ്ഡത്തെക്കുറിച്ചാണ്, വിവേകത്തെക്കുറിച്ചാണ്, ജ്ഞാനത്തെക്കുറിച്ചാണ്. ഈ ജ്ഞാനം എവിടെ നിന്നാണ് ലഭിക്കുക? നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ്. എൻ്റെ പുറകെ പറയണം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. Only in relation to God our wisdom will be enhanced. നമ്മുടെ വിവേകം വളരുന്നത് നമ്മുടെ ഭക്തിയിലൂടെയാണ്, ദൈവബന്ധത്തിലൂടെയാണ് എന്നോർക്കുക. ഭക്തി എന്ന് പറയുന്നതിനെ വളരെ സങ്കുചിതമായി കാണരുത്. വിശാലമായ അർത്ഥത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ ചെന്നെത്തുന്ന അപജയമാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. അതാണ് അവിടെ സംഭവിച്ചത്. They wanted to be like God and they wanted to be conformed to the image of Lucifer.
ലൂസിഫറിൻ്റെ സ്വത്വത്തിലേക്കൊന്ന് കൂടുമാറ്റം നടത്താനുള്ള പരിശ്രമം ഉണ്ടായപ്പോൾ അവിടെ സംഭവിച്ച സമഗ്രത നഷ്ടപ്പെട്ടു പോയ അവസ്ഥ അവരെ തകർത്തു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇനി ഞാൻ പറയുന്ന ധ്യാനം പ്രത്യേകം ശ്രദ്ധിക്കുക. വികലജ്ഞാനം പരസ്പര മറവിന് മുഖാന്തരമായി. ദ ഫോൾട്ടി നോളജ്, വിസ്ഡംലെസ്, വിവേകമില്ലാത്ത അറിവുകൾ, ആ അറിവുകൾ മനുഷ്യനെ പരസ്പരം മറയ്ക്കുന്നതിനുള്ള മുഖാന്തരമായി തീർന്നു. ഞാൻ അതിന് ക്യാപ്ഷൻ കൊടുത്തത് അങ്ങനെയാണ്: വികലജ്ഞാനം പരസ്പര മറവിനാണ്. നമ്മൾ വായിക്കുന്നു, അവർ ഈ പഴം പറിച്ചു തിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണു തുറന്നു. ഇൻ എ സ്പെഷ്യൽ വേ their eyes were opened and they knew that they are naked. അവർ നഗ്നരാണ് എന്ന് അവരറിഞ്ഞു. ശിശു സഹജമായ നൈർമല്യത്തിൽ നഗ്നത ഒരു പ്രശ്നമല്ല. ശിശു സഹജമായ നൈർമല്യത്തിൽ നഗ്നത ആരാണ് കണക്കാക്കുക? പ്രിയപ്പെട്ടവരെ, എന്നാൽ പ്രായമാകും തോറും നഗ്നതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് പെരുകി വരികയാണ്. ഞാൻ പറയുന്നു, ഇവിടെ ഈ മനുഷ്യർ അന്നേരം വരെ ശിശു സഹജമായ നഗ്നതയിലായിരുന്നു. They were childlike, not that childish. They were childlike. And because of their childlikeness, അവരുടെ ശിശു സഹജമായ ആ ഒരു നിഷ്കളങ്കത കൊണ്ട് there was nothing to hide from each other. പരസ്പരം മറയ്ക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലൂസിഫറിൻ്റെ സ്വത്വം പ്രാപിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മറയ്ക്കുവാനുണ്ട്. വി ആർ ഒപ്പേക്ക്, വി ആർ നോട്ട് ട്രാൻസ്പെറൻറ്റ്, വി ആർ ഒപ്പേക്ക്, വി ആർ ഇൻഹിബിറ്റഡ് അബൌട്ട് അവർ ഫെല്ലോ ഹ്യൂമൻ ബീയിങ്സ്. നമ്മുടെ സഹമനുഷ്യരെ കുറിച്ച് നമ്മൾ വല്ലാതെ ഇൻഹിബിറ്റഡ് ആണ്. ആൻഡ് വി ആർ ഇൻഹിബിറ്റഡ് അബൌട്ട് അവർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ വല്ലാതെ ഇൻഹിബിറ്റഡ് ആണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, there is something to hide each other. എന്തോ മറച്ചു വെക്കാനായിട്ടുണ്ട്. പരസ്പര പഴിചാരലാണ്. യഹോവയായ ദൈവം ഞാൻ കഴിക്കരുത് നിങ്ങളോട് പറഞ്ഞ, തുടരുത് നിങ്ങളോട് പറഞ്ഞ ഫലം നിങ്ങൾ പറിച്ചുവോ എന്നൊക്കെ ചോദിക്കുന്ന ഉടനെ ഉത്തരം വരികയാണ്. പുരുഷൻ പറഞ്ഞു, എന്നോട് കൂടെ ഇരിപ്പാനുള്ള സ്ത്രീ എനിക്ക് പറിച്ചു തന്നു, ഞാൻ അങ്ങ് തിന്നുപോയി. സ്ത്രീ പറഞ്ഞു, പാമ്പ് എന്നെ പ്രലോഭിപ്പിച്ചു, ഞാൻ അതിനകത്ത് വീണുപോയി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പരസ്പരം പഴിചാരുകയാണ്. ബ്ലെയിമിങ് ഈച്ച് അതർ. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇന്ന് പരസ്പര പഴിചാരലിൻ്റെ ശക്തി വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ പറഞ്ഞ അനുരഞ്ജനമെന്ന ചിന്തയെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പോരടിക്കുന്ന ദുരന്തമുണ്ടാവുകയാണ്. ആരൊക്കെ തമ്മിലാണ് പോരടിക്കൽ? ആദമും ഹൗവയും തമ്മിലൊരു പോരടിക്കൽ. പിന്നെ നമുക്കറിയാവുന്നതുപോലെ പ്രപഞ്ചവും പ്രപഞ്ച വിഭവങ്ങളുമായിട്ടുള്ള ഒരു പോരടിക്കൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ കൂടെ ഈ വചനധ്യാനത്തിൽ ഇരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പരസ്പരം പോരടിച്ചു, അവർ പരസ്പരം ബ്ലെയിം ചെയ്തു. എന്നിട്ട് പ്രകൃതിയെ അവർ കുറ്റം പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? പാമ്പിൻ്റെ തല തകർക്കുന്ന മനുഷ്യനും മനുഷ്യൻ്റെ കുതികാൽ തകർക്കുന്ന പാമ്പുമുണ്ടായി. പ്രകൃതിയുടെ പ്രതീകമാണ് ഈ പാമ്പ്. പ്രകൃതിയുടെ പ്രതീകമായ പാമ്പ് മനുഷ്യൻ്റെ കുതികാൽ തകർക്കുകയാണ്. അതിൻ്റെ തല തകർക്കുന്ന മനുഷ്യൻ ഇന്ന് ഇതിങ്ങനെ വർദ്ധിച്ചു വന്ന് പാവം കഴിഞ്ഞ ദിവസം അങ്ങ് വയനാട്ടിൽ പുലി പിടിച്ച പാവപ്പെട്ട സ്ത്രീ, ആന ചവിട്ടിക്കൊള്ളുന്ന മനുഷ്യർ. ഇന്ന് കശീശന്മാരുടെ ഗ്രൂപ്പിൽ ആരോ പോസ്റ്റ് ചെയ്ത മനോഹരമായ ഒരു കവിത ഞാൻ വായിച്ചു കേട്ടു. അത് മനുഷ്യൻ്റെ രോദനമാണ്, മനുഷ്യൻ്റെ രോദനം. ആ രോദനത്തിനകത്ത് ഉള്ളത് ഈ ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ചാണ്. അതായത്, എനിക്ക് പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, എനിക്ക് പ്രപഞ്ചത്തെ പേടിയാണ്. എഹെസ്കേൽ പ്രവചൻ്റെ പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായി എഴുതുന്നുണ്ട് ഒരു ശാപത്തെക്കുറിച്ച്. ആൾപ്പാർപ്പുള്ള നഗരങ്ങളൊക്കെ ഇനിയും തൂവ വളരുന്ന ഇടങ്ങളായി മാറുകയാണ്. അവിടങ്ങളിലൊക്കെ മുള്ളും പറക്കാരെയും വളരുകയാണ്. ആൾപ്പാർപ്പില്ലാതെ പോകുന്ന സ്ഥലങ്ങളായി മാറുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അതിർത്തി ഭേദിച്ച് മൃഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
മൃഗങ്ങളുടെ മേഖലകളിലേക്ക് മനുഷ്യൻ കടന്നു കയറിയപ്പോൾ ഇപ്പോൾ മനുഷ്യൻ്റെ മേഖലയിലേക്കെന്ന് മനുഷ്യൻ പറയുന്നയിടത്ത് മൃഗങ്ങൾ കടന്നു കയറുകയാണ്. നമ്മളറിയണം, പ്രകൃതി പരസ്പരം പോരടിക്കുന്നു. ഒന്നുകൂടെ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അതാണ് ഇന്ന് അഭിമന്യ തിരുമേനി ഇവിടെ പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ 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 ഒരു ചലനം നമ്മുടെ മധ്യത്തിലുണ്ടായതും ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഈ വചനവുമായി അത് വളരെ ചേർത്ത് ചിന്തിക്കുവാൻ സാധിക്കുന്നതും. നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യന് ശാപമാണ്. എന്താണ് മനുഷ്യൻ്റെ ശാപം? നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ്, നീ മണ്ണിലേക്ക് മടങ്ങിച്ചേരും. കേവലം പൊടിയായി അഴിയുന്ന മനുഷ്യൻ, ലൂസിഫറിൻ്റെ സ്വത്വത്തിലേക്ക് കൂടുമാറ്റം നടത്തിയ മനുഷ്യൻ്റെ ദുര്യോഗമാണ് കേവലം പൊടിയായി മാറിപ്പോകുന്ന മനുഷ്യൻ എന്നുള്ളത്, കേവലം മണ്ണായി മാറിപ്പോകുന്ന മനുഷ്യൻ എന്നുള്ളത്. മനുഷ്യൻ കേവലം മണ്ണല്ല. മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ നമ്മളാരും ഈ ശരീരം ഒന്ന് തിരുമിയാൽ ഇവിടുന്ന് പൊടിയൊന്നും വരില്ല, ചെളി വരുമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നന്നായി കുളിച്ചാൽ അത് മാറിപ്പോകുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ഡസ്റ്റില്ല. ഡസ്റ്റ് നമുക്കറിയാവുന്ന പോലെ ഫ്ലഷായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തു കളയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെയാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്നു മനുഷ്യൻ കേവലം മണ്ണായി പൊടിയായി രൂപപ്പെടുകയാണ്. ഇന്ന് ഈ വചനധ്യാനത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് തുറന്നു വെക്കാൻ സാധിക്കുമോ? നമ്മൾ ആരാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരാണ്? നമ്മൾ കേവലം മണ്ണാണോ? മണ്ണിനപ്പുറത്തുള്ള അദമ്യമായ മനുഷ്യശക്തി. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മൾ കേവലം മണ്ണല്ല, അദമ്യമായിട്ടുള്ള ദൈവിക ശക്തി നിക്ഷേപിച്ചിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ പറയും, ഇത് ദൈവം വസിക്കുവാനുള്ള മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം ദൈവം വസിക്കുവാനുള്ള മന്ദിരമായിരിക്കെ ഈ മന്ദിരത്തെ അശുദ്ധമാക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യൻ എത്രയോ വലിയ സാധ്യതകളുള്ള മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം മണ്ണായിട്ട് അവസാനിക്കുവാനുള്ളവരല്ല. ശവസംസ്കാരത്തിൻ്റെ ഏറ്റവും ഒടുവിലായി മണ്ണ് നുള്ളിയിട്ടുകൊണ്ട് പട്ടക്കാരൻ പ്രസ്താവിക്കുന്ന അതിമനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഈ ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. മണ്ണിലേക്ക് കളയുന്നു എന്നല്ല, വി ആർ ഓൺലി എൻട്രസ്റ്റിംഗ് ദ ബോഡി ടു ദ ഡസ്റ്റ്. ഈ മണ്ണിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അങ്ങനെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നതിൻ്റെ ഫലമായി ദൈവസ്വരൂപത്തിൽ ദൈവബന്ധത്തിൽ അനുരഞ്ജനം പ്രാപിച്ച മനുഷ്യൻ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് ക്രിസ്തീയ പ്രത്യാശ. ആ പ്രത്യാശ പേറുന്നവരാണ് ഈ പന്തലിൻ്റെ കീഴിലിരിക്കുന്ന ദൈവമക്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങളൊരു ഹല്ലേലൂയ പറയേണ്ടത്, ഇപ്പോഴാണ് ഒരു സ്തോത്രം പറയേണ്ടത്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഒരു സ്തോത്രം പറയാൻ എപ്പോൾ സാധിക്കുമോ? അപ്പോൾ മാത്രമേ നമ്മൾ വചനത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് വളർന്നിട്ടുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ വളരെ സ്വകീയമായ ചില താല്പര്യങ്ങൾക്ക് ദൈവം മതിയായവനാണെന്ന് പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയായി സ്തോത്രവും പറയുന്നവരായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഈ ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ പ്രത്യാശയുടെ ഓഹരിക്കാരായി തീർന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടുവെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കും. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു അനുരഞ്ജനം സാധ്യമാകേണ്ടത് ദൈവത്തോടാണ്. അനുരഞ്ജനം ആദ്യമായി സാധ്യമാകേണ്ടത് ദൈവത്തോടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റുപറയണം, കർത്താവേ, ഞങ്ങൾ നിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എങ്കിലും എവിടെയൊക്കെയോ ലൂസിഫറിൻ്റെ സ്വത്വത്തിലേക്ക്
ഞങ്ങൾ കൂടുമാറ്റം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഹല്ലേലൂയ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ പാർത്തു. അവൻ്റെ സ്വരൂപത്തോടെ സാദൃശ്യപ്പെടുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നതിനാൽ, കർത്താവേ, നീ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നിന്നോടുകൂടെ പുനരുദ്ധാനത്തിൻ്റെ ഭാഗ്യം എനിക്കുമുണ്ടാകുമല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വായിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ പൊടിയായി മാറുന്നതിനെക്കുറിച്ചുള്ളൊരു ശാപമുണ്ട്. എന്നിട്ട് അവിടെ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ഈ തോട്ടത്തിലേക്ക് കടക്കാനായിട്ട് കഴിയുകയില്ല. തിരിയുന്ന വാളുകളുമായി കെരൂബുകളെ കാവൽ നിർത്തിയിരിക്കുകയാണ്. തിരിയുന്ന വാളുകളുമായി കെരൂബുകളെ കാവൽ നിർത്തിയിരിക്കുന്ന പർദീസായിലേക്ക് ഇനി ഒരു പ്രവേശനം സ്വയമായി സാധ്യമല്ലാത്തത് കൊണ്ട്, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് സുവിശേഷത്തിൻ്റെ പന്തലാണ്. ഹല്ലേലൂയ, ഇത് സുവാർത്തയുടെ പന്തലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവാർത്ത. എന്താണ് സുവാർത്ത? നമുക്ക് തനിയെ അങ്ങ് ഈ പർദീസായിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മെ പ്രവേശിപ്പിക്കുവാനായി, ദൈവത്തിന് സ്തോത്രം, നമ്മെ ഈ പർദീസായിലേക്ക് പ്രവേശിപ്പിക്കുവാനായി നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ മനുഷ്യനായി തീർന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ അനുഭവിക്കുന്നവരാണ് ഈ പന്തലിൽ നിന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, our effort must be to bring Jesus in our lives. യേശുവിനെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, പിന്നെ യേശുവിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാൻ ഈ കൺവെൻഷൻ യോഗങ്ങൾ അതിന് മുഖാന്തരമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദ പ്രസൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ആഡം ഈസ് ലോസ്റ്റ്നെസ്. ആദമിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ് ലോസ്റ്റ്നെസ് ആണ് എങ്കിൽ ആ ലോസ്റ്റ്നെസ്സിൽ നിന്നും ഒരു തിരിച്ചുവരവ്, യഥാസ്ഥാനപ്പെടൽ യേശു ക്രിസ്തുവിലൂടെ സാധ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ധ്യാനം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മരുഭൂമിയിലെ അന്തോണി, സഭാപിതാവ്, ശ്രേഷ്ഠനായ പൂർവ്വപിതാവ്, അദ്ദേഹത്തിൻ്റെ ധ്യാനങ്ങളിൽ അദ്ദേഹം ആവിഷ്കരിക്കുന്ന ആധ്യാത്മികതയെക്കുറിച്ചുള്ള, ജെനുവിൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള 3 ചിന്തകളുണ്ട്. ആ 3 ചിന്തകളൊന്ന് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരും ദിവസങ്ങളിലെ ധ്യാനങ്ങളിൽ ഒരുപക്ഷെ അത് വീണ്ടും ആവർത്തിക്കപ്പെടാം. പ്രിയപ്പെട്ടവരെ, എന്താണ്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഞാനത് ഓർമ്മിപ്പിക്കുക. ഇന്നിവിടെ ഈ പന്തലിൻ്റെ കീഴിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതും വഹിച്ചുകൊണ്ട് പോകണം. ഒന്ന്, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് പ്രെയർ. നിരന്തരമായ പ്രാർത്ഥനയാണ്. ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് പ്രെയർ. 2, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് കൺഫെഷൻ. നിരന്തരമായ അനുതാപമാണ്. 3, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് കമ്പാഷൻ. അത് നിരന്തരമായ മനസ്സലിവിൻ്റെ അനുഭവമാണ്. ഇവിടെ നമ്മൾ മുഴങ്ങിക്കേട്ട് സംസാരിക്കുന്ന മുഴുവൻ മനസ്സലിവിനെ കുറിച്ചുള്ള ചിന്തകളാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 ലക്ഷം രൂപ ഒരു സ്തോത്ര കാഴ്ചയിൽ ഈ പന്തലിൽ നിന്ന് റേസ് ചെയ്തത് മനസ്സലിവ് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഹെസക്കായിസം എന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ബാക്കിയാണ് ഞാനിവിടെ പറയുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് പ്രെയർ, നിരന്തരമായ പ്രാർത്ഥന. സേവികാ സംഘത്തിലെ അമ്മാമ്മമാരോട് ഞാൻ ഈ കോൺസ്റ്റൻറ്റ് പ്രെയറിനെ കുറിച്ച് പറയുകയാണെന്ന് വെക്കുക. അവർ ചോദിക്കും, അതെങ്ങനെയാച്ചാ സാധ്യമാകുമോ? നിരന്തരമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ? പാവയ്ക്ക മെഴുക്ക് പുരട്ടാനായിട്ട് അടുപ്പിൽ വെച്ചേച്ച് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാനിരുന്നാൽ ആ പാവയ്ക്ക കരിഞ്ഞു പോവുകയും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സോസറുകളൊക്കെ ഫ്ലൈയിങ് സോസറുകളായി മാറുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടാവാം. പാവയ്ക്ക കരിഞ്ഞു പോയാൽ ഭർത്താവിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിനത് കൊടുത്ത സോസർ അദ്ദേഹം വലിച്ചെറിയുമ്പോഴാണ് സോസർ ഫ്ലൈയിങ് സോസറായിട്ട് മാറുന്നത്. അങ്ങനെ അത് ഫ്ലൈയിങ് സോസറായിട്ട് മാറിപ്പോകത്തില്ലേ? അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ എന്നാണ് ചോദ്യം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിരന്തരം പ്രാർത്ഥിക്കുവാൻ എപ്പോൾ നമുക്ക് സാധിക്കുമോ അപ്പോഴാണ് നമ്മൾ ലൂസിഫറിൻ്റെ സ്വത്വത്തിൽ നിന്ന് മാറുന്നത്. ഹല്ലേലൂയ. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി പറയുകയാണ്, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല.
എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന് തുണനിന്ന് നമ്മുടെ ഞരക്കങ്ങളെ പോലും പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ എത്തിക്കുന്നുവെന്ന് ഉപവാസ പ്രാർത്ഥനയിൽ വെള്ളിയാഴ്ചത്തെ ഇവിടുത്തെ കൂട്ടായ്മയിൽ ഞാനത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ തുണനിന്ന് നമ്മുടെ ഞരക്കങ്ങളെ പോലും പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരിമാർ ഞരങ്ങുകയും കരയുകയും ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ ആഴത്തിലുള്ള മറ്റൊരർത്ഥമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ നിശ്വാസങ്ങളെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പട്ടം കെട്ടുമ്പോൾ സഭയിൽ അച്ഛന്മാരാക്കി സഹോദരന്മാരുടെ ഗണത്തിൽ നിന്നും പട്ടത്വ ഗണത്തിലേക്കൊക്കെ പട്ടം കെട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയും, കർത്താവേ, ദൈവമേ, ഇവൻ്റെ നിരൂപണങ്ങളെ പോലും നീ അറിയുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം, ഇവൻ്റെ ശ്വാസത്തിൻ്റെ ഗതിയെ അറിയുന്ന ഒരു ദൈവം, അവൻ്റെ ശ്വാസോച്ഛ്വാസത്തെ അറിയുന്ന ഒരു ദൈവം. എൻ്റെ ദൈവം തമ്പുരാനെ, ഇവൻ്റെ ശ്വാസോച്ഛ്വാസം, ജീവൻ്റെ ചംക്രമണം അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ജീവൻ്റെ ചലനാത്മകത നമ്മൾ അറിയുന്നത് അങ്ങനെയാണ്. ഈ ശ്വാസം എടുക്കുന്നതിലൂടെയും ശ്വാസം വിടുന്നതിലൂടെയുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതുമൊക്കെ ദൈവബന്ധത്തിലാകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ടു ഹാവ് an awareness of God in every mundane activities we are engaged in. നമ്മളൊക്കെ എൻഗേജ്ഡ് ആകുന്ന എല്ലാ സാധാരണ അനുഭവങ്ങളിലും എൻ്റെ ദൈവത്തെ മുൻനിർത്തി എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരുപാട് കൺവെൻഷനുണ്ട്, ഒരുപാട് ധ്യാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ്. ഈ രാത്രി കൊട്ടാരക്കര കൺവെൻഷൻ്റെ തട്ടുപന്തലിൻ്റെ കീഴിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ നിശ്വാസങ്ങൾ ദൈവത്താൽ അനുഗ്രഹീതമായി തീരും. അപ്പോൾ എൻ്റെ ജീവിതം പ്രാർത്ഥനാപൂരിതമായി തീരും. ഐ വിൽ ബി എൻഗേജ്ഡ് ഇൻ കോൺസ്റ്റൻറ്റ് പ്രേയേഴ്സ്. നിരന്തരമായ പ്രാർത്ഥനയിലാണ്. 2, കോൺസ്റ്റൻറ്റ് കൺഫെഷനാണ്. നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാവുന്നതുപോലെ ഓരോ വചനധ്യാനവും കേൾക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും നിലക്കണ്ണാടി പിടിച്ചു തരുമ്പോൾ ഞാൻ വൈരൂപ്യങ്ങളിൽ കൊത്തിയെടുത്ത ഒരു പണിതീരാത്ത ശില്പമാണെന്നുള്ള തിരിച്ചറിവ് എന്നെ ഭരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളൂ. എൻ്റെ ദൈവം തമ്പുരാനെ, നിൻ്റെ സാദൃശ്യത്തിലും നിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട എനിക്ക് നിന്നോട് അടുത്തിരിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. എന്നോട് ക്ഷമിക്കണമേ. കുറിയലായിസോൻ. ആധ്യാത്മിക മണ്ഡലങ്ങളിൽ വളരെ കൂടുതൽ ഹല്ലേലൂയായി സ്തോത്രമൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് വളരെ ആവശ്യമായിട്ടുള്ളത് കുറിയലായിസോൻ എന്ന പദപ്രയോഗമാണ്. കുറിയലായിസോൻ. കർത്താവേ, കരുണ ചെയ്യണമേ. നിരന്തരമായ ഒരു അനുതാപത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ വചനധ്യാനം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എവിടെയോ ഒരു വായന നടത്തിയപ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ എനിക്കൊരു ചോദ്യചിഹ്നം തന്നതാണ് സുഭാഷ് ചന്ദ്രൻ്റെ ആ എഴുത്ത്. OV വിജയൻ്റെ ഒരു നോവൽ ഞാൻ ബസ്സിലിരുന്ന് വായിക്കുമായിരുന്നു. ആ നോവലിൽ കുഞ്ഞുണ്ണി ശിവാനിയോട് പറയുന്ന, കുഞ്ഞുണ്ണി ആ ഒരു കൊച്ചു ബാലികയോട് പറയുന്ന ഒരു പ്രത്യേക വർത്തമാനം വന്നപ്പോൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണു നിറഞ്ഞു. ഞാൻ പുറകോട്ട് ചാരി കണ്ണും അടച്ച് കുറേ സമയം ഇരുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണെന്നറിയാമോ? അതെൻ്റെ ഉള്ളിലേക്ക് വന്നു. വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് നിരന്തരമായ അനുതാപത്തിൻ്റെ അനുഭവം ഉണ്ടാകും. നിരന്തര അനുതാപത്തിൻ്റെ അനുഭവത്തിലല്ലാതെ നമുക്ക് ജെനുവിൻ സ്പിരിച്വാലിറ്റി ഇല്ല. 3, പ്രിയപ്പെട്ടവരെ, അത് നിരന്തരമായ മനസ്സലിവിൻ്റെ അനുഭവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ അതാണ് വായിക്കുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭക്തന്മാർ, നീതിമാന്മാർ കർത്താവിനോട് ചോദിക്കും, നിന്നെ എപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടാണ്? അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ എളിയവരിൽ ഒരുവന് ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എളിയവരിൽ ആദരവായി കനിവിൻ്റെ കരമേകാൻ ദൈവത്തിൻ്റെ പൈതലെ നമുക്ക് സാധിക്കണം. അത് നിരന്തരമായ അനുതാപബോധത്തിൽ, നിരന്തരമായ മനസ്സലിവിൻ്റെ അനുഭവത്തിൽ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സമയം തീരുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജെനുവിൻ സ്പിരിച്വാലിറ്റി, യഥാർത്ഥമായ ആധ്യാത്മികത, ആ ആധ്യാത്മികത പ്രിയപ്പെട്ടവരെ, അത് നിരന്തരമായ പ്രാർത്ഥനയുടെയും
നിരന്തരമായ അനുതാപത്തിൻ്റെയും നിരന്തരമായ മനസ്സലിവിൻ്റെയും താളക്രമങ്ങളാണ് എന്ന് നമ്മൾ അറിയുക. ആ താളക്രമത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആദമേ നീ എവിടെ, മനുഷ്യ നീ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയും. മനുഷ്യനായ ഞാൻ എനിക്ക് വേണ്ടി ഭൂമിയിൽ അവതീർണനായി കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന എൻ്റെ കർത്താവിനാൽ, കർത്താവേ, ബിക്കോസ് ഓഫ് ഹിസ് റൈച്ചസ്നെസ്, അവൻ്റെ പൂർണ്ണതയാൽ ഞാനിതാ പൂർണ്ണതയിലേക്ക് അവനോടുകൂടെ പ്രവേശിക്കുകയാണ്. ഐ മേ ബി ലോസ്റ്റ്, ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലൂടെ, സുവിശേഷത്തിലൂടെ ഞാൻ ജീവൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ജീവൻ്റെ മാർഗത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെക്കുറിച്ച് ഈ ആഴ്ച നമ്മൾ കേൾക്കുമ്പോൾ ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ തുടങ്ങിയ സമയം മുതൽ ഇതുവരെയും എൻ്റെ കണ്ണിലേക്ക് നോക്കി കണ്ണ് തുറന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ വല്ലാതെ ഉറക്കം വന്നുള്ളൂ. ഉറക്കം വന്നവർ ഇന്നലെ മരുന്ന് കഴിച്ചതുകൊണ്ടും രാവിലെ കഴിച്ചതുകൊണ്ടും വൈകുന്നേരം പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചതുകൊണ്ടുമാണ് നിങ്ങൾ ഉറങ്ങിപ്പോയത് എന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ആത്മാവിന് ഉണർവ് തരുന്ന ദൈവമേ, നിന്നോടുള്ള ബന്ധത്തിൽ സജീവമായി ജീവിപ്പാൻ, കർത്താവെ, നിന്നോട് അനുരഞ്ജനപ്പെടുവാൻ, നിന്നോടുള്ള അനുരഞ്ജനത്തിലൂടെ സമസൃഷ്ടങ്ങളോടും പ്രകൃതിയോടും അനുരഞ്ജനപ്പെടുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.